സുഹൃത്തുക്കളെ, ഞാൻ രാജാരാമകൃഷ്ണൻ, വീനസ് ആർട്സ് സ്കൂൾ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആൻഡ് പുവർ എന്ന അർദ്ധ സ്ഥാപനത്തിൻ്റെ 98 മുതൽ 2010 വരെ പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. കുറേ കാലമായിട്ട് 2010 ശേഷം 14 വർഷമായി ഞാൻ ചിത്രങ്ങളൊന്നും വരയ്ക്കാറില്ലായിരുന്നു. ഞാനിപ്പോൾ കോയമ്പത്തൂരിലാണ്. ഞാനിവിടെ ആ സ്ഥാപനം റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. മുമ്പ് പലതും ചെയ്തിരുന്നു, അതെല്ലാം ഒരു പരാജയം പോലെയായിരുന്നു. എല്ലാം മടുത്തിട്ട് ഞാൻ പിന്നെ ചിത്രകല തന്നെ ഉപേക്ഷിച്ച ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ വീണ്ടും എൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അദ്ദേഹമാണ് വീനസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്, അദ്ദേഹത്തിൻ്റെ പേരിൽ വീണ്ടും എനിക്ക് ആ സ്ഥാപനം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാനിപ്പോൾ കോയമ്പത്തൂരിലാണ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. അതോടൊപ്പം ഞാനൊരു പ്രോജക്റ്റിന് രൂപം നൽകി പ്രവർത്തിച്ചു വരികയാണ്. വീനസ് ആർട്സ് പെയിൻറ്റിംഗ് ക്ലബ് എന്നാണ് സ്ഥാപനത്തിന് ഇതിൽ. അപ്പോൾ അതിൽ യൂണിവേഴ്സൽ ബ്രദർഹുഡ് പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ വേൾഡ് പീസ് എന്ന ടീമിന് രൂപം നൽകി 96 മുതൽ 98 വരെ അതൊന്ന് ഒന്നിച്ചെല്ലാം കൊണ്ടുവരാൻ അതിൻ്റെ ആശയങ്ങളെല്ലാം രൂപീകരിച്ചു. അങ്ങനെ വീനസ് ആർട്സ് പെയിൻറ്റിംഗ് ക്ലബ്ബ് 98 കേരള സർക്കാർ രജിസ്റ്റർ ചെയ്തു, ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട്. അത് അമേരിക്കയിലെ ടീച്ച് ഇൻ്റർനാഷണലും മിക്സാനയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അഫിലിയേറ്റ് ചെയ്ത് HIV AIDS അതുപോലുള്ള ഡിസേബിൾഡ് സ്കൂൾ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് അങ്ങനെയെല്ലാം ഒത്തിരി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എല്ലാം പിന്നീടൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഞാൻ 2010 ആ സ്ഥാപനം നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ചെറുതായി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നീണ്ട കാലയളവിന് ശേഷം ഇതുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ചില അപാകതകൾ ഉണ്ടായേക്കാം, ക്ഷമിക്കുക. എന്നാലും എൻ്റെ ആശയങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്കായ August 1 മുതൽ 7 വരെയുള്ള ഒരു നല്ല പ്രവൃത്തിക്കായിട്ട് ഇപ്പോൾ എനിക്കെങ്ങനെ സ്കെച്ച് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ സ്കെച്ച് ചെയ്തതാണ്. ഈ സ്കെച്ച് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ BAPC 2023 TVPM എന്ന ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം തുടർന്നും ഞാൻ ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ചിത്രരചനയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും അത് മിക്കവാറും. അതുപോലെ ഉള്ള ചെയ്യാനുള്ളൊക്കെ ചില തീരുമാനങ്ങളുണ്ട്, അതിലേക്ക് ഇറങ്ങുകയാണ്. അപാകതകൾ ക്ഷമിക്കുമല്ലോ. ഇത് സ്കെച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറിങ് ചെയ്ത ഒരു ചിത്രം ഇതോടൊപ്പം തന്നെ സമർപ്പിക്കുന്നുണ്ട്.